വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 23 മുതൽ 28 വരെ. ഒരു ശാബത്ത് ദിവസം യേശു വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ ഊരിയെടുത്തുകൊണ്ടേയിരുന്നു. പരീശർ അവനോട്, നോക്കുക, ഇവർ ശാബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, ദാവീദും കൂടെയുള്ളവരും വിശന്ന് വലഞ്ഞപ്പോൾ ചെയ്തതെന്തെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അബ്യാഥാർ പ്രധാനാചാര്യനായിരുന്ന കാലത്ത് അവൻ ദൈവഭവനത്തിൽ പ്രവേശിക്കുകയും ആചാര്യന്മാർക്കല്ലാതെ ഭക്ഷിക്കുവാൻ അവകാശമില്ലാത്ത കാഴ്ചയപ്പമെടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലയോ? പിന്നെയും അവൻ പറഞ്ഞു, ശാബത്തുണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് മനുഷ്യപുത്രൻ ശാബത്തിന്റെയും കർത്താവാകുന്നു. സ്വല്പസമയം ശ്രീബാ പെരുന്നാളിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ച വരുന്നു. അടുത്ത ഞായറാഴ്ച ഇവിടെ ആരാധന ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഞായറാഴ്ചത്തെ ആരാധനയിൽ വായിക്കേണ്ട വേദഭാഗം ഇന്നേ വായിച്ചിരിക്കുകയാണ്. നിങ്ങൾ അടുത്ത ഞായറാഴ്ച ഏത് ആരാധന സ്ഥലത്ത് പോയാലും വേദവായന കുറിപ്പനുസരിച്ച് ഈ വേദഭാഗം വായിച്ചു കേൾക്കും. അപ്പോൾ അന്നത്തെ ആരാധന ആത്മാവിലും സത്യത്തിലുമാകുവാനും കുരിശിന്റെ പാതയിൽ നമ്മുടെ പ്രാണൻ കർത്താവിന്റെ കൊടുത്തിട്ട് അത് കർത്താവിന്റെ കല്യാണ ദിവസം മണവാട്ടിയായി പ്രത്യക്ഷപ്പെടുവാനുള്ള നമ്മുടെ കുരിശിന്റെ പാതയിലുള്ള യാത്ര, നാൾതോറുമുള്ള കുരിശെടുത്തുകൊണ്ടുള്ള യാത്രയിൽ നമുക്ക് ഏതെല്ലാം തരത്തിലാണ് കുരിശുകൾ വരുന്നത്, കുരിശെടുത്തുകൊണ്ട് പോകേണ്ട വഴി ഏതാണ്, ആ കുരിശ് സഹിച്ച് ഇടം പ്രാപിപ്പാൻ സഹനത്തിന് ആവശ്യമായ മനോഭാവം എന്താണ്, ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കുരിശുകൾ ഏതെല്ലാം തരത്തിലാണ് വരുന്നതെന്ന് തിരിച്ചറിയുവാൻ ഈ വേദഭാവം സഹായകരമായതുകൊണ്ട് അത് വായിക്കുകയായിരുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 23-ലുള്ളതായ ഭാഗത്ത് ലോകാരംഭം മുതലേ പൊരുളർക്കപ്പെട്ട കുഞ്ഞാടെന്ന് വിളിക്കപ്പെട്ട കർത്താവിന് മനുഷ്യജാതി ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട അന്നു മുതലേ തിന്മയും അശുദ്ധിയും പാവങ്ങളും വന്നുകൊണ്ടേയിരുന്നതുകൊണ്ട് അതിനെല്ലാം വഹിച്ച് അതിന് പരിഹാരം വരുത്തുന്ന ചുമതല പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ പുത്രൻ ലോകാരംഭം മുതലേ കുരിശു വഹിക്കുന്നയാളായിരുന്നു. പാപശാപ രോഗങ്ങളുടെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്ന കുരിശാണ്. ക്ഷാമം, രോഗം, ശത്രുത ഈ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുരിശിന്റെ അനുഭവങ്ങളാണ്. ആത്മീയവും മാനസികവും ശാരീരികമായ ക്ഷാമം ഉണ്ടാകാം. നമ്മൾ പണ്ടൊരിക്കൽ പഠിച്ചതാണ് ആ വിഷയം. ക്ഷാമം വരുന്ന വഴികൾ, രോഗം വരുന്ന വഴികൾ, ശത്രുത വരുന്ന വഴികൾ, ഇത് മൂന്നും നമുക്ക് വേദനയും സങ്കടവും വ്യാധനയും വരുത്തുന്നതാണ്. ഇത് ലോകാരംഭം മുതൽ മനുഷ്യരിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന വേദനയും സങ്കടവും നമ്മളെ നശിപ്പിക്കുവാനോ നമ്മളെ വളർത്തുവാനോ തളർത്തുവാനോ ഉയർത്തുവാനോ ഒക്കെയുള്ള സാധ്യതകൾ കിടക്കുകയാണ്. ഈ അനുഭവങ്ങളെല്ലാം അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശുക്രിസ്തുവിനുണ്ടായി. ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചപ്പോൾ ബേത്ലഹേമിൽ ജനിച്ച അന്നു മുതൽ മാത്രമല്ല, മാതാവിന്റെ ഗർഭത്തിൽ താൻ ശരീരം ധരിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ താൻ വേദനയും സങ്കടവും ദുഃഖവും മുറിവും ചതവും അനുഭവിക്കാനിടയായി. അതെല്ലാം മനുഷ്യയാതെ രക്ഷയ്ക്ക് താൻ പ്രയോജനപ്പെടുത്തി. ആ യേശുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്കും ക്ഷാമം, രോഗം, ശത്രുത, മുറിവ്, ചതവ്, സങ്കടം, ദുഃഖം, അപമാനം ഇവയെല്ലാം വന്നുകൊണ്ടേയിരിക്കും. നമുക്കതിനെ രക്ഷാകരമാക്കാൻ സാധിക്കും, അതിനെ ഉയർപ്പിന്റെ അനുഭവമാക്കാൻ സാധിക്കും, അതിനെ നമ്മൾക്ക് നമ്മുടെ പ്രാണനെ രക്ഷിച്ച് കർത്താവിന്റെ ഉള്ളിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുകയുണ്ടായി. പക്ഷെ നമുക്ക് ഈ അനുഭവങ്ങൾ പ്രാണരക്ഷയ്ക്കാണോ പ്രാണന്റെ നാശത്തിനാണോ ഉപകരിച്ചത് എന്നുള്ളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രാണനെ രക്ഷിക്കുവാനും പ്രാണനെ നഷ്ടപ്പെടുത്തുവാനുള്ള സാധ്യത ഈ ലോകത്തിൽ കിടക്കുന്നു. ലോകത്തെക്കാൾ വിലയേറിയ നമ്മുടെ പ്രാണൻ ഓരോ ദിവസവും യേശുവിനെ മാറിലെത്താൻ വെമ്പൽ കൊള്ളുന്നു. എന്നാൽ പ്രാണനെ സ്വയത്തിൽ ആശ്രയിക്കുമ്പോൾ പാതാളത്തിൽ പോയി പാതാളത്തിന്റെയും മരണത്തിന്റെയും കയ്യിൽ പെട്ടുപോകുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ 100% പ്രാണനും രക്ഷയുടെ പാതയിൽ സഞ്ചരിച്ച രക്ഷകന്റെ ഉള്ളിൽ എത്തിയോ എന്നുള്ളൊരു ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ അശ്രദ്ധ കൊണ്ടും ബലഹീനത കൊണ്ടും പരിജ്ഞാനക്കുറവ് കൊണ്ടും ബുദ്ധിശൂന്യത കൊണ്ടും നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ട് പാതാളത്തിൽ പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരിശിന്റെ പാതയുടെ ആവശ്യം
കർത്താവിന് ഒരു ദിവസം ഉണ്ടായ കുരിശ് നമുക്ക് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നേരിടും? അതിനെങ്ങനെ ഉയർപ്പിന്റെ അനുഭവമാക്കും? ഒരു ശാബത്ത് ദിവസം യേശു വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ ഊരിയെടുത്തുകൊണ്ടായിരുന്നു. കർത്താവിന് ഒരു ശനിയാഴ്ച ദിവസം ഉണ്ടായതായ കുരിശിന്റെ അനുഭവം എന്ന പശ്ചാത്തലം പറയുകയാണ്. അന്ന് ആഹാരം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകാൻ ഒത്തില്ല. അതിന് കാരണമുണ്ട്. അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരിക, ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാൻ വളരെ നേരത്തെ യാത്ര ചെയ്ത് അവിടെ എത്തേണ്ടി വരിക, ആഹാരം കഴിക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ പട്ടിണിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരിക, ഇതൊക്കെയും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കർത്താവിന് ഒരു ദിവസം തന്റെ ശിഷ്യന്മാരെയും കൂട്ടി ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്, അല്ലെ അവരുടെ ആ വിശ്രമ സ്ഥലത്ത് നിന്ന് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ആലോചനകളാണ് ആ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മുടെ യാത്രകളും ആഹാരങ്ങളും നീഹാരങ്ങളും നിദ്രകളും ഏത് ആത്മാവിനെ അനുസരിച്ചാണ്? നമ്മുടെ സുഖവും നമ്മുടെ സൗകര്യവും നമ്മുടെ ലാഭവും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. വിശക്കുമ്പോൾ തോന്നും, വിശക്കുമ്പോൾ കഴിക്കുക, ഉറക്കം വരുമ്പം കിടക്കുക, എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുമ്പോൾ അങ്ങ് പോയേക്കുക എന്നല്ല. നമുക്ക് മറ്റു എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ ഇതിനെ നിയന്ത്രിക്കാൻ? കുരിശെടുത്ത് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ ഒക്കുകയില്ല. തലയായ കർത്താവിനും അങ്ങനെ തോന്നുന്നുണ്ടോയെന്ന് ഉടലെ ചോദിക്കേണ്ടിയിരിക്കുന്നു. തലയായ ക്രിസ്തുവിനോട് ചേരേണ്ട ഉടലാണ് നമ്മൾ. എന്നാൽ നമുക്ക് സ്വതന്ത്രമായൊരു തലയുണ്ട് താനും. നമുക്ക് സ്വന്തമായിട്ടൊരു തലയുള്ളപ്പോൾ മുകളിലുള്ള തലകളുമായി ആലോചിക്കാൻ തോന്നണമെന്നില്ല. സ്വന്തം തലയനുസരിച്ച് നീങ്ങാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് അപകടമായി തീരാൻ സാധ്യതയുണ്ട്. യേശു ക്രിസ്തു ചെയ്ത സകല കാര്യങ്ങളും പിതാവിനോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. പിതാവ് പറഞ്ഞപ്പോഴാണ് ചെയ്തത്, പറഞ്ഞതുപോലെയാണ് ചെയ്തത്. തന്റെ എല്ലാ തോന്നലുകളും പിതാവിനെ അറിയിക്കുന്ന പതിവുണ്ടായിരുന്നു. തനിക്ക് സഹിക്കാൻ പാടില്ലാത്ത കാര്യം ഇതേക്കുറിച്ച് താനൊരു വിധി കൽപ്പിക്കുന്നതിന് മുമ്പ് പിതാവിനോട് ആലോചന ചോദിക്കുമായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ? വിശന്നാൽ ഉടനെ ആഹാരം കഴിക്കുകയാണോ? വിശപ്പിന്റെ അർത്ഥം എന്താ കഴിക്കേണ്ടത്? ഇപ്പൊ കഴിക്കണോ? കഴിക്കുന്നതിന് വേറെ വല്ലതും ചെയ്യാനുണ്ടോ? ഇങ്ങനെ വല്ലതും നമ്മൾ ആലോചിക്കാറുണ്ടോ? അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ആഹാരത്തിൽ കൂടെ വിഷം കയറുന്നു, ആഹാരത്തിൽ കൂടെ ദൈവകോപം വരുന്നു, അശുദ്ധികൾ വരുന്നു, കൈവിഷം കയറുന്നു. കിട്ടുന്നതെല്ലാം വാരി വലിച്ചു തിന്നാൽ അതിൽ കൂടെ എന്തെല്ലാം അകത്ത് കയറുന്നുണ്ടെന്നുള്ള കാര്യം പിന്നെ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മുടെ വിശപ്പ്, നമ്മുടെ ദാഹം, നമ്മുടെ യാത്രകൾ, നമ്മുടെ ജീവിത രീതികൾ, ദിനചര്യകളെല്ലാം ക്ഷാരസ്യനായ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിലെ ക്ഷാമമോ രോഗമോ വരുത്തും. നമുക്കിതിനെ പല കാര്യങ്ങൾ തോന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തോന്നുന്ന പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. നമ്മൾ ഇത്രയും നാളും ചെയ്തത് മുഴുവൻ തോന്നിയപ്പോൾ അങ്ങ് ചെയ്തു. പക്ഷെ തോന്നിയത് എന്തുകൊണ്ടെന്ന് ആരും അന്വേഷിക്കാറില്ല. തോന്നലനുസരിച്ച് ചെയ്യുന്ന ഒരു രസമാണ്. ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന പോലെ വളരെ രസകരമായ ഒരു കാര്യമാണ് തോന്നലനുസരിച്ച് വല്ലതും പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് പഴഞ്ചൊല്ല് പറയുന്നത് തന്നിഷ്ടം, പൊന്നിഷ്ടം, ആരാന്റെ ഇഷ്ടം, പിന്നെ ഇഷ്ടം, ദൈവ ഇഷ്ടം, പിന്നെ അവസാനത്തെ ഇഷ്ടം. ഏതാ സ്വാഭാവികമായിട്ട് കിടക്കുന്ന കാര്യം ഇങ്ങനെയാണ്. തന്നിഷ്ടം, പൊന്നിഷ്ടം. തനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യുന്ന ഒരു രസമാണ് എല്ലാവർക്കും. ദാഹിച്ചിരിക്കുന്നവർ വെള്ളം കുടിക്കുന്ന പോലെ ആർത്തിയോടെ ചെയ്യാൻ സാധ്യതയുണ്ട്. കൊച്ചു പിള്ളേർ അങ്ങനെയാണ് വളരുന്നത്. അവർക്ക് തോന്നുന്നൊക്കെ അങ്ങ് പറയുക, തോന്നുന്നൊക്കെ അങ്ങ് ചെയ്യുക. അതിനകത്ത് ആലോചിക്കാൻ ആളുണ്ടെങ്കിൽ അത് കുറെ കൂടെ അത് ശക്തിയായിട്ട് ചെയ്യും. പക്ഷേ അത് കുശൃതിയായും നാശനഷ്ടങ്ങളായാലും ഇതിനെ അടി കൊടുക്കേണ്ടി വരും. ആദ്യം അത് കണ്ട് സന്തോഷിക്കും, പിന്നെ അത് നാശനഷ്ടങ്ങളും വലിയ കുഴപ്പങ്ങളും ആകുമ്പോൾ അടിക്കേണ്ടി വരിക. അപ്പോൾ അത് കൊച്ചിന് മനസ്സിലാകാതെ അത് കരയേണ്ടി വരിക. ഇങ്ങനെയുള്ള പല കെടുതികൾ കൂടിയാണ് നമ്മൾ വളർന്നെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ തോന്നലുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ മുതലായവയെ ഹാരിസനായ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നുണ്ടോ? നമുക്ക് മാതൃകയായി പിതാവായ ദൈവം തന്നിരിക്കുന്ന നമ്മുടെ തലയായ ക്രിസ്തു കാണിച്ചിരിക്കുന്ന മാതൃക പിതാവിനോട് ചോദിച്ചെല്ലാ കാര്യം ചെയ്തു. പരിശുദ്ധാത്മാവ് പറഞ്ഞതിലെ മാത്രം പോയി, പറഞ്ഞപ്പോൾ മാത്രം ചെയ്തു. അതുകൊണ്ടാണ് തനിക്ക് നിവൃത്തിയായി എന്ന് പറഞ്ഞ് വേല തെളിച്ചിട്ട് പോയി മരണത്തെ ഉയർപ്പാക്കി തന്റെ കുരിശിനെ ജീവിപ്പിക്കാൻ നോക്കാൻ കഴിഞ്ഞതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന ക്ഷാമം, രോഗം, ശത്രുത മുതലായ കുരിശിന്റെ അനുഭവങ്ങളെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതാക്കാൻ സാധിക്കും. യേശു പോയ പാതയിൽ പോയാൽ മതി. നമ്മുടെ കഷ്ടനഷ്ടങ്ങളും വേദനകളും ദൈവവചനപ്രകാരം, ദൈവഹിതപ്രകാരം കൈകാര്യം ചെയ്താൽ നമുക്ക് മാത്രമല്ല നമ്മുടെ കുറേ വരുന്നവർക്കും അത് ജീവദായകമാണ് എന്നുള്ളതാണ് കുരിശിന്റെ പെരുന്നാൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുദീനോസ് രാജാവ് ക്രിസ്ത്യാനിയായി തീർന്നപ്പോൾ കുരിശിനെ കുറിച്ചുള്ള തന്റെ ആഗ്രഹവും തന്റെ മതിപ്പും വർദ്ധിച്ചു. യേശുവിനെ കുരിശിച്ച ആ കുരിശിനെ അന്വേഷിച്ച് താൻ പോയി വളരെയധികം പണം ചെലവഴി ചെയ്ത്
മണ്ണിനടിയിരുന്നതിനെ കുഴിച്ചെടുത്ത് കർത്താവിന്റെ രക്തത്തിൽ കുതിർന്നതായ ആ കുരിശന് ജീവനുണ്ടെന്നും അത് ജീവിപ്പിക്കുന്നതാണെന്നും കണ്ടെത്തിയ ചരിത്ര സംഭവമാണ് സെപ്റ്റംബർ മാസം 14-ാം തീയതി സഭാചരിത്രത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. വേദോത്സവം മാത്രം പഠിച്ചാൽ പോരാ, സഭാചരിത്രം കൂടെ പഠിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. വേദോത്സവം പെന്തിക്കോസ്തിക്ക് ശേഷം ഒരു 25 കൊല്ലം കഴിഞ്ഞാണ് പുതിയ നിയമത്തിലെ പലതും എഴുതാൻ തുടങ്ങിയത്. AD 100-ാം ആണ്ടിനോടടുത്ത് വരെ ആ എഴുത്തുകൾ തുറന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം പിന്നെ വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ എഴുതുന്ന അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറഞ്ഞ പുസ്തകം പൂർത്തിയാകാതെ അങ്ങനെ കിടപ്പുണ്ട്. ആത്മാവിനനുസരിച്ച് പോകുന്നതുകൊണ്ട് കാര്യമില്ല, അതിനോട് ചേർക്കപ്പെടേണ്ടതാണ്. പക്ഷെ അങ്ങനെ അതിനൊരു പുസ്തകമാക്കിയിട്ടില്ല. പക്ഷേ ഈ സഭാചരിത്രമായി പല വോളിയൂംസ് ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ മുമ്പും പിമ്പും നടന്ന കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് തലയാ ക്രിസ്തുവിനോട് വളരാൻ സാധിക്കും എന്നുള്ള കാര്യം പഠിച്ചുകൊണ്ട് 3-4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഒരു രാജാവ് ക്രിസ്ത്യാനിയായപ്പോൾ ആ രാജാവിന് കുരിശിനെ കുറിച്ചുള്ള ജിജ്ഞാസ വർദ്ധിച്ച് താൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ് യേശുവിന്റെ തടിക്കുരിശ് നിന്ദ്യമായ ഒരു ആയുധമായിരുന്നെങ്കിലും യേശുവിന്റെ രക്തം കൊണ്ട് കുതിർന്നതായ ആ തടിക്കുരിശിന് ജീവനുണ്ടായിരുന്നെന്നും അത് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളതാണെന്നും കണ്ടെത്തിയ ചരിത്ര സംഭവം ഓർക്കാൻ വേണ്ടിയാണ് കുരിശ് പെരുന്നാൾ വെച്ചിരിക്കുന്നത്. ആ കുരിശ് പെരുന്നാൾ നമ്മൾ നടത്തിയതിനു ശേഷം 3-ാം ഞായറാഴ്ച വരാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ കുരിശ് ദൈവവചനപ്രകാരം സഹിച്ചതുകൊണ്ട്, ദൈവ പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തിയതുകൊണ്ട് ആ യേശുക്രിസ്തു കുരിശിൽ മരിച്ച സമയം അനേക കല്ലറകളിൽ നിന്ന് അനേകർ ഉയർത്തെഴുന്നേറ്റ് വന്ന് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. യേശുവിന്റെ കുരിശിന്, യേശുവിന്റെ രക്തത്തിന്, യേശുവിന്റെ ആ മരണത്തിന് അനേകരെ ജീവിപ്പിക്കാൻ കഴിയുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആ വലിയ വെള്ളിയാഴ്ച ദിവസം പലര് മരിച്ചുപോയവരെ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കണ്ടുവെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ആ കുരിശിന് ജീവനുള്ളതെന്നും ജീവിപ്പിക്കാൻ കഴിയുണ്ടെന്നുള്ള കാര്യം ചരിത്രം പിന്നെ തെളിയിച്ചു. അതുകൊണ്ടാണ് കാതോലികവും സൈകവും ഏകവും വിശുദ്ധമായ സഭയിലെ അപ്പസ്തോലിക സഭകൾ കുരിശിനെ ആദരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. കുരിശ് വരയ്ക്കുകയും കുരിശിനെ ആദരിക്കുകയും ചെയ്യുന്നത് ആ വഴിയെയാണ്. ആ വഴി ജീവനുള്ളതും ജീവിപ്പിക്കുന്നതാകും എന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശയ്ക്ക് വക നൽകട്ടെ. നമ്മളെ കുരിശ് വഹിച്ചുകൊണ്ടുള്ളതായ പോകുന്ന വഴിയെയും സഹിക്കുന്നവരെയും ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായി നമ്മളെ തന്നെ ചലിക്കുന്ന ഒരു കുരിശാക്കാൻ സാധിക്കും. മനുഷ്യനെ ദൈവം കുരിശിന്റെ ആകൃതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൈ രണ്ടും അങ്ങോട്ട് നേർത്തു വെച്ചാൽ ഒരു കുരിശ് പോലെ ഇരിക്കും. നമ്മൾ പൂർണ്ണ സന്യാസ വ്രതം എടുക്കുന്ന സമയം ഒരു സന്യാസിയെ അതുപോലെ 2 കൈ അങ്ങോട്ട് നീട്ടിപ്പിടിപ്പിച്ച് കുരിശ് പോലെയാക്കിയിട്ട് നീ ജീവനുള്ള കുരിശായി നടന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ വ്രതമെടുത്തവർ കുരിശിന്റെ പാതയിൽ കുരിശ് കഴുത്തെ ഞാത്തിക്കൊണ്ടൊക്കെ നടക്കുന്ന ഈ കാര്യം ഓർക്കാൻ വേണ്ടിയാണ്. അപ്പോ ജീവനുള്ള ജീവിപ്പിക്കുന്നതുമായ കുരിശിന്റെ അനുഭവങ്ങൾ അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹത്തിന്റെയും ജീവന്റെയും പാതയൊരുക്കുകയാണ്. കഴിഞ്ഞ തലമുറയിൽ നമുക്ക് എന്തെങ്കിലും ജീവൻ തരുവാൻ നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞിട്ടുണ്ടോ? പാപശാപങ്ങൾ നീങ്ങി കുരിശിന്റെ പാതയിൽ ദൈവഹിതപ്രകാരം പോവുകയാണെങ്കിൽ കഴിഞ്ഞ തലമുറക്കാർക്ക് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുക്കി തരാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കും. അവിടെ കല്ലറകൾ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായി മാറും. ഏലിയാവിന്റെ ഇരട്ടി ആത്മാവോടെ ജീവിച്ച എലീശായ്ക്ക് ആത്മാവിനനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞു. ദൈവാത്മാവ് പറഞ്ഞതിലെ മാത്രം പോയി. ആ എലീശ ദൈവഹിതപ്രകാരം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ എലീശായുടെ അസ്ഥികൾക്ക് വരെ ജീവിപ്പിക്കാൻ കഴിവുണ്ടായി. ആ എലീശായുടെ അസ്ഥിയിൽ തൊട്ട ശവശരീരം ഉയർത്തെഴുന്നേറ്റ കാര്യം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആ കുരിശിന് ജീവനുണ്ടായ ആ കാര്യത്തിന് മുൻകുറിയായിരുന്നു എലീശായുടെ അസ്ഥിയിൽ തൊട്ടപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ ചരിത്ര സംഭവം. നമുക്കും നമ്മുടെ അസ്ഥികളിൽ തൊടുന്നവർക്ക് നമ്മുടെ അംശവസ്ത്രങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ തിരുശേഷിപ്പുകളിൽ കൂടെ അനേക ശക്തി കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ കല്ലറകളിൽ പോയി അവിടെ തൊടുമ്പോൾ, അവിടെ അസ്ഥികളെ തൊടുമ്പോൾ ഇന്ന് അനേകർക്ക് അത്ഭുതകരമായ ശക്തി ലഭിക്കുന്നതിന്റെ രഹസ്യം അതാണ്. ആത്മാവിൽ ജീവിക്കുന്നവരുടെ അസ്ഥികൾ ദ്രവിച്ചു പോകാറില്ല. അതങ്ങനെ വർഷങ്ങളോളം അനേക വർഷങ്ങളായി അനേക നൂറ്റാണ്ടുകളായിട്ട് ദ്രവിച്ചു പോകാതിരിക്കുന്ന വിശുദ്ധന്മാരുടെ ശവശരീരങ്ങൾ കണ്ണാടിക്കൂടിനകത്ത് വെച്ചിട്ടുണ്ട് പലയിടങ്ങളിലും. അത് തൊടുന്നവരും നോക്കുന്നവർക്ക് ശക്തി കിട്ടുന്നതിന്റെ കാര്യം അവർ ആത്മാവിനെ അനുസരിച്ച് അവരുടെ ജീവൻ, അവരുടെ ജീവിതം ചലിക്കുന്ന കുരിശാക്കി മാറ്റിയതുകൊണ്ട് അവരുടെ അസ്ഥിയും അവരുടെ ശവകുടീരവും അവരുടെ ആ ശവം വെച്ചിരിക്കുന്ന പാത്രവും ഇടമെല്ലാം ശക്തിയുള്ളതാക്കി മാറ്റി.
അതുകൊണ്ടാണ് പരിമല തിരുമേനിയുടെ കവറിലേക്ക് പോകുമ്പോൾ അനുഗ്രഹം കിട്ടുന്നതിന്റെ കാര്യം ആത്മനിറവോടെ തന്റെ രോഗവും നഷ്ടവും കഷ്ടവും എല്ലാം രക്ഷാകരമാക്കിയ പരിശുദ്ധന്മാരുടെ കബറിടങ്ങൾ ശക്തിദായകമായതിന്റെ രഹസ്യം നമുക്കും ഇതാകാൻ സാധിക്കും. നമ്മുടെ കല്ലറകളിൽ ആരെങ്കിലും വന്നാൽ അവർക്കും ജീവന ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ ചലിക്കുന്ന ജീവനുള്ള കുരിശായി തീരണമെന്നുള്ള കാര്യം ഓർപ്പില്ല. യേശുക്രിസ്തുവിന്റെ ഒരു ദിവസത്തെ ജീവിതം കുരിശിന്റെ പാതയിൽ പോയ ദൃഷ്ടാന്തമാണോ പറഞ്ഞിരിക്കുന്നത്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, എങ്കിലേ ഇന്ന സമയത്ത് ഇന്നടത്ത് ചെന്നാൽ കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നിടത്ത് വചനം വിതച്ചവരെ നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ വചനം കൊടുക്കുവാനും വചനം വിതയ്ക്കുവാനും രോഗശാന്തി ശുശ്രൂഷ ചെയ്യുവാനും അനേകരെ നേടുവാനും ഒരു സമയമുണ്ട്. സമയത്ത് എന്നാലേ കാര്യം നടക്കുള്ളൂ. ആ സമയത്ത് അവിടെ ചെല്ലണമെങ്കിൽ എപ്പോൾ പുറപ്പെടണമെന്ന് ചോദിക്കണം, എത്ര സമയം യാത്രയുണ്ടെന്നുള്ള ചോദിക്കണം, എങ്കിലേ കൃത്യസമയത്ത് ഇന്ന് കാര്യം നടക്കാൻ പോകുള്ളൂ. ശമരിയ സ്ത്രീയെ കർത്താവ് രക്ഷിച്ചത് അങ്ങനെയാണ്. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ച ദൈവാത്മാവ് പറഞ്ഞു, ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്ന ഒരു സ്ത്രീയെ അവിടെ വരും, ആ കിണറിന്റെ അവിടെ വരും. അവളെ നേടണമെങ്കിൽ ഇന്ന സമയത്ത് ഇന്നടത്ത് നിന്ന് പുറപ്പെടണം, ഇന്ന സമയത്ത് അവിടെ എത്തണം. ആരും ഇല്ലാത്ത സമയം നോക്കി അവൾ വരുമ്പോൾ വേറെ ആരും അവിടെ ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും അവൾ പിന്നെ ഓടിപ്പോവും. അതുകൊണ്ട് നിന്റെ ശിഷ്യന്മാരെ ഏതെങ്കിലും കാര്യത്തിന് പറഞ്ഞു വിട്ടേക്കണം. അവളെ ഒറ്റയ്ക്ക് വേണം കാണാൻ. അതിന് സമയം ഒത്തിരി എടുക്കേണ്ടി വരും, എങ്കിലേ അവളെ നേടാനൊക്കെ ഉള്ളൂ. അതിന് കർത്താവ് വന്ന് തലേ ദിവസം രാത്രിയിൽ പ്രാർത്ഥിച്ച ദൈവം പറഞ്ഞ സമയത്ത് പുറപ്പെട്ടതുകൊണ്ടാണ് അവൾ വെള്ളം കോരാൻ വരുന്നതിന് മുമ്പേ ആ കടലിനെ ചോട്ടി വന്നിരിക്കാനൊക്കെ. നമുക്കിന്ന് ഭാര്യയോ ഭർത്താവിനെയോ അയൽവക്കക്കാരെയോ നാട്ടുകാരെയോ വീട്ടുകാരെ നേടാനൊക്കാത്തതിന്റെ കാര്യം യേശുമിശിഹായ ഏക കർത്താവിലുള്ള വിശ്വാസം നമ്മൾ പുതുക്കിയിരിക്കുന്നു. പിതാവിലും പുത്രനുള്ളതായ വിശ്വാസം പുതുക്കിയ സമയം പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനും പുത്രനും വന്ദിക്കപ്പെട്ട് സ്വീകരിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ തരുന്ന തോന്നലനുസരിച്ച് മാത്രം നമ്മൾ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ക്ഷാമവും രോഗവും ശത്രുതയും മാറാത്തത്. എന്ത് തർക്കം വന്നാലും എന്താവശ്യം വന്നാലും എന്ത് തോന്നലുണ്ടായാലും അത് പരിശുദ്ധാത്മാവിന്റേതും കൂടെ ആണോ എന്ന് അറിഞ്ഞിട്ടേ നീങ്ങാവും. അല്ലാതെ നീക്കമെല്ലാം പിശാചിന്റേതും കൂടെയുള്ള നീക്കമായിരിക്കും എന്നുള്ള കാര്യം നമ്മളിന്ന് വായിച്ച വേദഭാഗങ്ങൾ പഠിപ്പിച്ചു. 1 ദിനവൃത്താന്തം 21 ദാവീദിന് ജനങ്ങളെ എണ്ണണമെന്ന് പിശാച് തോന്നിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. 2 ശമൂവേൽ 24 തോന്നിയെന്നേ ഉള്ളൂ. നമ്മുടെ തോന്നലിന്റെ പുറയിൽ ഏതെങ്കിലും ഒരു ആത്മാവും കൂടെ കാണും, അതറിഞ്ഞിരിക്കണം. ദൈവാത്മാവിനും അശുദ്ധാത്മാവിനും നമ്മളെ തോന്നിപ്പിക്കാൻ സാധിക്കും. ആ തോന്നുന്ന സമയത്ത് നല്ല രസകരമായിരിക്കും. അവസാനത്തിലേ അതിന്റെ കുഴപ്പം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആരംഭമല്ല അവസാനം കൂടെ അറിയാവുന്ന പരിശുദ്ധാത്മാവോട് ചോദിച്ചിട്ട് എനിക്കിപ്പൊഴിഞ്ഞൊരു കാര്യം തോന്നുന്നു, അത് ദൈവികമാണോ അത് പൈശാചികമാണോ? കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന് അങ്ങനെ തോന്നുന്നെങ്കിൽ മതി. സഭയിൽ വഴക്കുണ്ടായപ്പോൾ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ ആത്മാവ് എല്ലാവരും ഒന്നിച്ചുകൂടി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. അവസാനം അവരെഴുതിയ എഴുത്താണ് നമ്മൾ വായിച്ചു കേട്ടെ, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഇങ്ങനെ തോന്നിയിരിക്കുന്നു, അങ്ങനെ അങ്ങ് ചെയ്തേക്കാൻ പറഞ്ഞു. ആ എഴുത്ത് വായിച്ചപ്പോൾ എല്ലാവർക്കും ആശ്വാസം കിട്ടി. ആ എഴുത്ത് വായിച്ചപ്പോൾ വഴക്ക് തീർന്നു. ഇന്നത്തെ സഭകൾ തമ്മിലുള്ള വഴക്ക് തീരാത്ത കാര്യം തന്നെ ഭാര്യയും ഭർത്താവും തമ്മില്, മക്കളും സഹോദരങ്ങളും തമ്മില് വഴക്ക് തീരാത്തതിന്റെ കാര്യം ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും ഇന്ന് തോന്നിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യം തീരുമാനിക്കാൻ എഴുതാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമുക്ക് തോന്നുന്നു അങ്ങ് ചെയ്തോളുക, നല്ലതാണെന്ന് പറയുകയാണ്. പക്ഷേ നല്ലതാണോ ചീത്തയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നവര് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ ക്ഷാമത്തിനും രോഗത്തിനും ശത്രുതയ്ക്കും വളമിടുകയാണ്, അതിന് വിത്തിടുകയാണ്. അത് പിന്നെ കൊയ്തിട്ടേ മാറാനൊക്കെ ഉള്ളൂ. ദാവീദിന് ജനങ്ങളെ എണ്ണണമെന്ന് തോന്നി, പിശാച് തോന്നിച്ചെന്ന് മനസ്സിലാകാൻ 9 മാസം 20 ദിവസം എടുക്കേണ്ടി വന്നു. 9 മാസം 20 ദിവസം കൊണ്ട് കുഞ്ഞുണ്ടായി കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ക്ഷാമത്തിന്റെയും രോഗത്തിന്റെയും ശത്രുതയുടെയും വിത്ത് ദാവീദിന്റെ ഹൃദയത്തിൽ പിശാച് വിതയ്ക്കാൻ വേണ്ടി ആ തോന്നൽ കൊടുത്തു. തോന്നലിൽ കൂടെ വിത നടക്കുന്നുണ്ട്, പരാഗണം നടക്കുന്നുണ്ട്. പരാഗണത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു പോയാൽ പോക്കാം. എന്താ കാര്യം? ആ കൊച്ചിന് അമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ ചോരയും നീരും വലിച്ചെടുത്ത് ജീവിക്കാനുള്ള അവകാശം അതിന് കിട്ടും. അതിനെ കളഞ്ഞില്ലേ അത് ജീവിച്ചുകൊണ്ടേയിരിക്കും. അത് ശാപം വരുത്തി വയ്ക്കും. മോഹം ഗർഭം ധരിച്ച് പാവത്തെയും പാപമെടുത്ത് മരണത്തെയും പ്രസവിക്കുന്നെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഹൃദയം മോഹത്തെ ഗർഭം ധരിക്കാൻ കഴിവുള്ള ഒരു ഗർഭപാത്രമാണോ? അത് കഴിഞ്ഞാൽ പിന്നെ മരണത്തെ വരെ പ്രസവിക്കാൻ കഴിവുള്ള ഒരു ഗർഭപാത്രമാണ് നമ്മുടെ ഹൃദയം. എന്നാരും മറക്കരുത്. തോന്നലുകളിൽ കൂടെ ഏതെങ്കിലും വിത്ത് വീഴുക, വിത്ത് വരുന്ന വഴി നിൽക്കവിടെ. നീ എവിടുന്നാ വരുന്നത്? എന്റെ ഭർത്താവായ കർത്താവ് എന്നുള്ള വിത്ത് മാത്രം എനിക്ക് മതി.
നിന്റെ സൃഷ്ടാവാകുന്നു എന്റെ ഭർത്താവ്. സൃഷ്ടാവായ ഭർത്താവിന്റെ വിത്ത് മാത്രമേ ഈ പാത്രത്തിൽ വീഴാവൂ, അല്ലാതെ വീണാൽ വീഴുമ്പോൾ ഒരു സുഖമൊക്കെയാ. പക്ഷെ 9 മാസം കഴിയുമ്പോൾ കിട്ടുന്ന കുഞ്ഞ് കുറഞ്ഞിരിക്കും. അത് ശാപമായിരിക്കും. ശാപത്തിന്റെയും രോഗത്തിന്റെയും ശത്രുതയുടെയും കുഞ്ഞുങ്ങളായിരിക്കും കൊണ്ട് പറക്കുന്നത്. അതിനെ വളർത്തേണ്ടി വരും. പിന്നെ തല്ലിക്കൊല്ലാനൊക്കെ ഈ ഗതികേടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ കർത്താവിന് എന്റെ ഭർത്താവിനുള്ള ആലോചന മാത്രം എനിക്ക് മതി. അവരുടെ അംഗീകാരം കിട്ടുന്ന വരെ പെൻഡിങ്ങിൽ വെക്കുക കാര്യം. അംഗീകാരം കിട്ടുന്നത് മാത്രം നീങ്ങുക. ഇതാണ് നമ്മുടെ വ്രതം. അത് തെറ്റിച്ചുകൊണ്ടാണ് ഇന്ന് ശാപം മാറാതെ കിടക്കുന്നത്. അപ്പോൾ ഈ സമയം കാര്യസ്ഥനായ പരിശുദ്ധാത്മാവെ നിനക്ക് തോന്നുന്നതിന് മുമ്പ്, നിന്നെ തോന്നലാണെന്ന് അറിയുന്നത് ഞാൻ പലത് കാട്ടിക്കൂട്ടി പറഞ്ഞുകൂട്ടി. അതാണ് ക്ഷാമവും രോഗവും ശാസ്ത്രതയും മാറാത്തത്. ഞാനാണ് എന്റെ ഉത്തരവാദി. അതിന് വേറെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ചെലവ് ചെയ്ത് യാഗം കഴിക്കാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞ് യേശു ചെലവ് ചെയ്ത് കാൽവരി യാഗമായി. നമുക്കും അതിന്റെ കൂടെ ആയിക്കൂടെ? അതിനാണ് കർത്താവിന്റെ കുരിശിൽ കുറവുള്ള നമ്മൾ പൂരിപ്പിക്കണമെന്ന് പറഞ്ഞത്. തലയോട് ചേരുന്ന ഉടലാകുവാൻ കർത്താവ് അനുഭവിച്ചതിന് ബാക്കി അനുഭവിക്കാൻ മനസ്സുണ്ടോ? അതിനുവേണ്ടി കാര്യസ്ഥൻ പറയുന്നതനുസരിച്ച് ഞാൻ പൊക്കോളാം. കാര്യസ്ഥന് തോന്നുന്നോ മാത്രം എനിക്ക് മതി. എനിക്ക് തോന്നുന്നു ഞാൻ വലിച്ചെറിയുമെന്ന് പറയാമെങ്കിൽ പാതിവൃത്യത്തോടെ ജീവിച്ച് ഭർത്താവിൽ നിന്ന് കുഞ്ഞിനെ പ്രസവിച്ച് അവകാശം കൊടുത്ത് കുടുംബക്ഷേമമാകുള്ളൂ. അല്ല വല്ലവന്റെയും വന്നു കെട്ടി നിന്നിരിക്കും. ജാരസന്ധതികളെ ജനിപ്പിക്കേണ്ടി വരും. കുടുംബം തകരുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ക്ഷാമത്തിന്റെയും രോഗത്തിന്റെയും ശത്രുതയും പുറയിൽ ഇങ്ങനത്തെ കേസുണ്ട്. ഈ കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസ പ്രമാണം ഒന്നുകൂടെ പുതുക്കുകയാണ്. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവെ നീ അനുവദിക്കുമ്പോൾ ഒരു കാര്യം നടന്നാൽ മതി. അതുവരെ എനിക്ക് ഒന്നും നടക്കണ്ട. ക്ഷാമോ രോഗമോ ശത്രുവോ ഞാൻ വരുത്തുകയില്ല, നീ തരുന്നത് ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കാൻ സാധിക്കുമെങ്കിൽ അത് സഭയിലോ സമൂഹത്തിലോ നടക്കാത്തതിന്റെ കെടുതികൾ ഞാൻ ഏറ്റുപറയുകയാണ്. സഭയിൽ നടന്നിരിക്കുന്ന എല്ലാ സുന്നോസ് തീരുമാനങ്ങളും, എല്ലാ പൊതുയോഗ തീരുമാനങ്ങളും, എല്ലാ കമ്മിറ്റി തീരുമാനങ്ങളും പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞാണോ? ഞങ്ങൾക്ക് ഞാൻ തോന്നിയിരിക്കുന്നു, അങ്ങനെയാണ് നടക്കട്ടെ എന്ന് പറയും. പക്ഷേ പരിശുദ്ധാത്മാവിനും കൂടെ അങ്ങനെ തോന്നുന്ന അറിയാൻ വേണ്ടി അത് പെൻഡിങ് വെക്കുവോ? അത് ഉറപ്പുവരുത്തിയിട്ടായിരുന്നെങ്കിൽ എല്ലാ പള്ളികളും ദൈവരാജ്യത്തിന് അനുഭവം പങ്കിടുന്ന എല്ലാ സഭകളും എല്ലാ സമൂഹങ്ങളും അങ്ങനെ ആയേനെ. അനേക ദൈവക്ഷത്ത് വന്നേനെ. ഇന്ത്യ മുഴുവൻ കർത്താവിന്റെ കയ്യിൽ വന്നേനെ. നമ്മളെ കണ്ടിട്ട് ആർക്കെങ്കിലും വരാൻ തോന്നുമോ? നമ്മുടെ തൊഴുത്തിക്കൂത്തും വഴക്കം കണ്ടാൽ ആർക്കെങ്കിലും ചേരാൻ തോന്നുമോ? വന്നവരങ്ങ് പോവുകയല്ലേ. നമ്മളാണ് ഉത്തരവാദികൾ. അതിനെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇതാ സഭയുടെ ഭാഗത്തും ഭാവാതിരുമേനി തൊട്ടുള്ള പുരോഹിതന്മാരുടെയും മഹാപുരോഹിതരുടെയും ഭാഗത്തെ കൃത്യലോകങ്ങളിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാവോ? അങ്ങനെ നമുക്ക് മടങ്ങി വരാം. ഈ ചെലവ് ചെയ്തുള്ള യാഗം അനുഗ്രഹമാകട്ടെ. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങട്ടെ. നമ്മുടെ യാഗം ദൈവം അംഗീകരിക്കട്ടെ. സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ അവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മൾ കേട്ടതായ സന്ദേശത്തിന്റെ അനുഭവം ഇന്ന് നേടിയെടുക്കുവാൻ നമ്മൾ ആരാധിക്കുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായിരിക്കും ശനിയാഴ്ചത്തെ വിശുദ്ധ കുർബാന. തിങ്കളാഴ്ചയും ഇതിന്റെ ബാക്കിയാണോ? നിങ്ങൾ ബുധനാഴ്ച വരാൻ മറക്കരുതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ബുധനാഴ്ച വന്നാലേ അതിന് ബാക്കിയുടെ കാര്യം നിങ്ങളുടെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഇന്നലെ പറഞ്ഞ വഴി ഇന്ന് ആവർത്തിക്കാനൊക്കെ, അതിന് ചുരുക്കേ പറയാനൊക്കെ ഉള്ളൂ. ഇന്നലെ എങ്ങനെയാണ് ഈ വിഷയം അവതരിപ്പിച്ചത്, അതിൽ നിന്നെല്ലാം ബോധ്യങ്ങൾ കിട്ടി. ഇന്നലെ പഠിച്ച കാര്യം ഇന്ന് ആരാധനയിൽ കൂടെ നമ്മൾ ആസ്വദിക്കുകയാണ്. നിങ്ങൾ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ ചെല്ലുമ്പോൾ അത് അവിടെ ആസ്വദിച്ച് അനുഭവിച്ച് അവരുമായി പങ്കിടുമ്പോഴാണ് അവർക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നത്. ഇനി ഒരു ഇടയനും ഒരു തൊഴുത്തുമാകണം എന്നുള്ള പ്രാർത്ഥന അന്വർത്ഥമാക്കാനാണ് നമ്മുടെ ഈ ബുധനാഴ്ചത്തെ കൂട്ടായ്മ എന്നുള്ള അനുവർത്തിക്കുന്നു. കർത്താവിന്റെ കല്യാണത്തിന് മുമ്പ് നടക്കേണ്ട ഒരു കാര്യമാണ് ഒരിടയനും ഒരു തൊഴുത്തും. യേശുക്രിസ്തുവിനുള്ള എല്ലാവരും ഒന്നാകുക എന്നുള്ള. ഇപ്പൊ പലരായിട്ട് പല വർക്ക്ഷോപ്പിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പണി കഴിഞ്ഞാൽ കർത്താവ് തല്ലിക്കൂട്ടും. പല സഭകളും പല തൊഴുത്തുകളും എല്ലാം തീർന്ന് ഒരു ഇടയന്റെ കീഴിൽ, സ്വർഗീയ ഇടയനായ യേശുവിന്റെ കീഴിൽ നമ്മൾ ഒന്നാകുന്നൊരു നാളെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥന തുടരുന്നത്. എന്നാൽ മരണമാകുന്ന ഇടയന്റെ കയ്യിൽ നമ്മുടെ പ്രാണൻ കിടപ്പുണ്ട്. രണ്ട് ഇടയന്മാർ നമ്മളെ ഭരിക്കുന്നതാണ് നമുക്ക് സ്വസ്ഥതയില്ലാത്തത്. കുറച്ച് പ്രാണൻ യേശുവിന്റെ കയ്യിലുണ്ട്, കുറെ പ്രാണൻ പാതാളത്തിൽ പിശാചിന്റെ മരണത്തിന്റെ ദൂതിന്റെ ഇരിപ്പുണ്ട്. രണ്ടിടയിലും രണ്ട് തൊഴുത്തും ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ വീടിന്റെയും എല്ലാ സഭകളുടെയും എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രശ്നം അതാണ്. എല്ലാ കുടുംബങ്ങളുടെയും പ്രശ്നം അതാണ്. രണ്ടിടയും രണ്ട് തൊഴുത്തും അവർ മാറി മാറി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ സ്വർഗീയ ഇടയൻ നീതിയുള്ള മര്യാദക്കാരനായതുകൊണ്ട് മരണത്തിന് ഭരിക്കാൻ സമയം അന്യം ഭരിച്ചോളാൻ പറയും. അല്ലാതെ കർത്താവ് അർഹതയില്ലാത്തത് കയറി ഭരിക്കാൻ പോവുകയില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് പിശാചിനോ കർത്താവിനോ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തകളും തോന്നലുകളും വോട്ടാണ്. ആർക്ക് വോട്ട് ചെയ്യുന്നോ അവർ നമ്മളെ ഭരിക്കും. ആരുടെ വിത്ത് നമ്മൾ വീഴുന്നോ അതിനെ വളർത്തുകയും മതിയാവും.
അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചോണമെന്ന് യാണിയിൽ ഞാൻ ശലോമോൻ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. വലിയ ജാഗ്രതയോടെ നിങ്ങൾ ഹൃദയത്തെ നോക്കിക്കോണം, ജാഗ്രതയോടെ സൂക്ഷിച്ചോണം. എല്ലാ പ്രശ്നവും അവിടുന്ന് ആരംഭിക്കുന്നെന്നാണ് പറയുന്നത്. ആ വാക്യം എവിടെയാണെന്ന് ആദ്യം ഓർമ്മയുണ്ടോ? സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. വലിയ ജാഗ്രതയോടെ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചോണം, എല്ലാ പ്രശ്നവും അവിടുന്ന് തുടങ്ങുന്നതാണ്. 23-ാം വാക്യം, സദൃശ്യവാക്യം 4-ാം അധ്യായത്തിന്റെ 23. സമ്പൂർണ്ണ ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നല്ല ഉണ്ടാകുന്നത്, മരണത്തിന്റെ ഉത്ഭവം അതിൽ നിന്ന് തന്നെയാണ്. നമുക്ക് എല്ലാവരും ചേർന്ന വാക്യം ഒന്ന് പറയാം. സമ്പൂർണ്ണ ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നല്ല ഉണ്ടാകുന്നത്. ഇതിനോട് ഇണചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഹൃദയത്തിൽ നിന്ന് തന്നെ മരണം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് യാക്കോബ് പറയുന്നുണ്ട്. മോഹം ഗർഭം ധരിച്ച് പാപത്തെയും, പാപം മുഴുത്തിട്ട് മരണത്തെയും പ്രസവിക്കുന്നു. യോഹന്നാൻ ആ മോഹത്തെ 3 ഇനമായി വേർതിരിച്ച് പറയുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രഭാവം. ഈ 3 തരം മോഹങ്ങളും അതിന്റെ വിത്തുകളുമായി പിശാച് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഹൃദയപുഷ്പത്തിൽ ആ പൂമ്പൊടി വീണാൽ മതി, ആ മോഹം ഗർഭം ധരിച്ചതിന്റെ പാപമായിരിക്കും ചെയ്യുന്നതും പറയുന്നില്ല. അത് കഴിഞ്ഞ് മരണവും വരും. അപ്പം മോഹത്തെയും പാപത്തെയും മരണത്തെയും ഗർഭം ധരിക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ ഹൃദയം. വലിയ ജാഗ്രതയോടെ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ മോഹത്തിന്റെയും പാപത്തിന്റെയും മരണത്തിന്റെയും വിത്തുകളുമായി പിശാച് നമ്മളെ സമീപിക്കും. ആ പിശാചിന്റെ ആലോചന നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ അതിന്റെ കൂടെ ആ വിത്തുടഞ്ഞു പോരുക. ഈ വിത്തുകൾ വിതരണം ചെയ്യുമ്പോൾ അത് വളരെ സുഗമമായി നടക്കാൻ വേണ്ടി പ്രകൃതി വെച്ചിരിക്കുന്നതിൽ പ്രത്യേകതകളുണ്ട്. എന്താണത്? ഒരു പൂവിൽ പൂമ്പൊടി വീഴണമെങ്കിൽ അത് പൂമ്പാറ്റയുടെ കാലിൽ നിന്ന് വീഴണം. പൂമ്പാറ്റയ്ക്ക് ഈ പൂ കായാണെന്നൊരു നിർബന്ധമില്ല. പൂമ്പാറ്റയ്ക്ക് തേൻ വേണമെന്നേ ഉള്ളൂ. അപ്പൊ പൂമ്പാറ്റയ്ക്ക് തേൻ കുടിക്കാനുള്ള കൊതിയുള്ളതുകൊണ്ട് ആ പൂമ്പാറ്റകൾ പുഷ്പങ്ങൾ തോറിഞ്ഞിന് പറന്ന് നടക്കുമ്പോൾ തേൻ കുടിക്കുന്നിടയിൽ ദൈവം തമ്പുരാൻ പറ്റിക്കുന്നൊരു പണിയുണ്ട്. നീ തേൻ കുടിക്കുന്ന കൊള്ളാം, ഈ പൂമ്പൊടികളുടെ കാലം ഇരുന്നോട്ടെ, നീ അടുത്ത പുഷ്പത്തിൽ തേൻ കുടിക്കാൻ ചെല്ലുമ്പോൾ ഈ പൊടി അവിടെ വീണോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വംശം നിലനിൽക്കട്ടെ, നിന്റെ കൊതി എന്ന് തീരും, വംശത്തിന്റെ നിലനിൽപ്പും തുടർച്ചയും കാര്യം എന്നുള്ള കാര്യത്തിൽ ദൈവം തമ്പുരാൻ പ്രകൃതിയെ അങ്ങനെ പ്രയോജനപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ ഹൃദയത്തിലേക്ക് ആലോചനകൾ തരുമ്പോൾ തേൻ കുടിക്കുന്നത് പോലെ രുചി നമുക്ക് തരും. ഒരാലോചന വന്നാൽ അത് നടപ്പിലാക്കുന്നത് രസകരമായൊരു കാര്യമാണ്. അത് പൂമ്പൊടിയിലെ പൂവ് തേൻ വരുന്നത് പോലെ രസകരമായൊരു കാര്യമാണ്. പക്ഷെ അത് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന ദൂതന്റെ ആ വരവാണെങ്കിൽ, അതിന്റെ ആലോചനകളാണ് നമ്മൾ ഉൾക്കൊള്ളുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാവും. പരിശുദ്ധ കന്യമറിയാമിന്റെ അടുത്ത് ഒരു പൂമ്പാറ്റയെ പോലെയാണ് ഗബ്രിയേൽ വന്നത്. മാതാവിനോട് സംസാരിച്ചപ്പോൾ മാതാവിന് കേൾക്കാൻ നല്ല രസമായിരുന്നു. മാതാവ് ഉറച്ചിരുന്ന കല്യാണം മാറ്റിവെച്ചിട്ട് ഇതാ നടക്കേണ്ടെന്ന് പറഞ്ഞ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇതിന്റെ വാക്കുപോലെ എനിക്ക് പകിട്ടെ എന്ന് പറഞ്ഞു ദൈവത്തിന്റെ ആലോചനയെ 100% ഉൾക്കൊള്ളുകയായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന യോസേഫിനെ കുറിച്ചുള്ള ചിന്തകളെല്ലാം കൂടെ മാറ്റിവെച്ചു. കല്യാണത്തെപ്പറ്റിയുള്ള സ്വപ്നങ്ങളും കൂടെ മാറ്റിവെച്ചു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലചേർത്തിരിക്കുന്ന ദൈവ പദ്ധതി നടപ്പിലാകട്ടെ. ആ ആലോചന, ആ പദ്ധതി ഞാൻ ഉൾക്കൊണ്ടപ്പോൾ ഒരു പുഷ്പത്തിനകത്തൊരു പൊമ്പൊടി വീഴുന്ന പോലെയായിരുന്നു. അത് മാതാവിന്റെ ഹൃദയത്തിലും ഉദരത്തിലും ഒരു കുഞ്ഞായിട്ടങ്ങ് വളർന്നു. ആ കുഞ്ഞാണ് നമ്മുടെ രക്ഷകനായ യേശു. അപ്പൊ ആ യേശുവിനെ നമുക്കും ഗർഭം ധരിക്കാനും വളർത്താനും സാധിക്കും. മറിയാമിൽ തുടങ്ങിയതായ ആ മനുഷ്യാവതാര പ്രക്രിയ നമുക്ക് തുടരാൻ സാധിക്കും. അപ്പോൾ തലയെ മാതാവ് ഗർഭം ധരിച്ച് സ്വർഗത്തിൽ എത്തിച്ചു, ഉടലിനെ ഗർഭം ധരിച്ച് പ്രസവിക്കേണ്ട ചുമതല നമ്മുടേതാണ്. ഈ ഉടലെല്ലാം കൂടി ചേർന്ന ശരീരം ഉണ്ടാകാം. ഈ ഉടലിന്റെ ഓരോ അവയവങ്ങൾ ചേർന്ന് ശരീരമായി തീരും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കന്യാമറിയാമിന്റെ പണി ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തെ വലിയ ജാഗ്രതയോടെ സൂക്ഷിച്ചിട്ട് ഉയരത്തിൽ നിന്ന് വരുന്ന ആലോചനയുടെ ആ വചനവും മാത്രം എനിക്ക് മതി. അപകടകരമായ യാതൊരു ആലോചനയ്ക്ക് വേണ്ട. ഹവ്വയുടെ ഹൃദയത്തിൽ സാത്താൻ വിതച്ചതാണ് ജഡമോഹത്തിന്റെയും കൺമോഹത്തിന്റെയും ജീവനത്തിന്റെ പ്രതാപത്തിന്റെയും വിത്ത്. അത് ആ മോഹം പാപമായും പാപം മരണമായും തീർന്നുകൊണ്ട് അവിടെ പ്രാണൻ പാതാളത്തിൽ മരണത്തിന്റെ കയ്യിലായിപ്പെട്ടു പോയി. അങ്ങനെ ആദാമിനെ ഹവ്വയും മരണവും പാതാളവും അടക്കി കൂട്ടിവെച്ചിരുന്നു. യേശു ക്രിസ്തു പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോലുമായി ചെന്ന് അവിടുന്ന് ആ പാതാളത്തിന്റെയും മരണത്തിന്റെയും വാതിൽ തുറന്നവരെ സ്വന്തമാക്കി തന്റെ ഉള്ളിലാക്കിയതുകൊണ്ടാണ് ആദാമിനും ഹവ്വയ്ക്കും പിന്നെ പരദീസയിൽ കയറാൻ സാധിച്ചത്. ഈ വലിയ മർമ്മം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ
സദൃശ്യവാക്യം 4:21 സമ്പൂർണ്ണ ജാഗ്രതയോടെ ഇതിന്റെ ഹൃദയത്തെ കാത്തോണം. ജീവന്റെ ഉത്ഭവവും മരണത്തിന്റെ ഉത്ഭവം അവിടുന്ന് തന്നെയാണ്. ജീവനാണോ മരണമാണോ നമ്മൾ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രണ്ടിനെയും പ്രസവിക്കാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ മനസ്സിൽ വരുന്ന സകല ചിന്തകളെയും ഇടിച്ച് തകർത്ത് ഓടിച്ചുവിട്ട് ദൈവത്തിന്റെ ആലോചന മാത്രം മതിയെന്ന് പറഞ്ഞ പൗലോസിന്റെ വ്രതം വേണം. പൗലോസിനെ യേശുവിനെ ഉപദ്രവിക്കുന്നതിനായി തീർന്നതിന്റെ കപടഭക്തി ഉണ്ടാണ്. താൻ സ്തെഫാനസിനെ കല്ലെറിഞ്ഞത് ഒരു പുണ്യമാണെന്ന് വിചാരിച്ചാൽ ചെയ്തു. അത് സഭാ സേവനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് വലിയ കാര്യമായിട്ട് തോന്നി. പക്ഷെ അത് പിശാച് കൊടുത്ത ആലോചനയാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ടാന്ന് ചോദിച്ചപ്പോഴാണ് വിവരം മനസ്സിലായത്. സ്വന്തം ആലോചന പ്രകാരം പോകുന്ന പരിപാടി നിർത്തിവെച്ചിട്ട് ദൈവ ഇഷ്ടം മാത്രം എനിക്ക് നടന്നാൽ മതി, ദൈവത്തിന്റെ ആലോചന മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി, സകലതിനെയും പിടിച്ചു നിർത്താനായിട്ട് ഒരു പ്രത്യേക ഒരു ഓഫീസ് വെച്ചു. ഏത് ആലോചന വന്നാലും അവിടെ കയറി ചെക്കപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു കാവൽക്കാരൻ നമുക്കുണ്ടോ? വിശുദ്ധന്മാർ അങ്ങനെ ഈ പ്രശ്നം സദൃശ്യവാക്യം 4:21 വായിച്ചു കഴിഞ്ഞപ്പം പ്രശ്നം മനസ്സിലായി. പഞ്ചേന്ദ്രിയങ്ങൾക്ക് എല്ലാം സെക്യൂരിറ്റിയെ വെച്ചു. അതിലൂടെ ചെക്കപ്പ് കഴിഞ്ഞ് അതിനെ അകത്തോട് കയറ്റാവും. നമുക്ക് സെക്യൂരിറ്റി വല്ലതും ഉണ്ടോ? മതിലുണ്ടോ? വാതിലുണ്ടോ? ഗേറ്റ് ഉണ്ടോ? സെക്യൂരിറ്റി ഉണ്ടോ? പട്ടാളക്കാരുണ്ടോ? അതുകൊണ്ട് പിതാക്കന്മാർ സൂതാന പ്രാർത്ഥനയ്ക്ക് രഹസ്യ പ്രാർത്ഥനയിൽ എന്റെ എല്ലാ അവയവങ്ങൾക്കും എന്റെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും കാവൽക്കാരെ നിയമിക്കണമെന്ന് പറഞ്ഞ് കാവൽക്കാരെ നിർത്തിയിട്ടേ കിടന്നുറങ്ങുള്ളൂ. അപ്പൊ ഈ കാവൽക്കാർ ചെക്കപ്പ് ചെയ്തിട്ട് ദൈവം അനുവദിക്കുന്ന കാര്യം മാത്രമേ നമ്മുടെ ഉള്ളിലോട്ട് വിടുകയുള്ളൂ. രാത്രിയായാലും പകലായാലും എപ്പോഴും അതെല്ലാം കഴിഞ്ഞു വരുന്നതിനെ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലെ മണവാളന്റെ മണവാട്ടിയാകാനൊക്കെ ഉള്ളൂ. കർത്താവാകുന്ന ഭർത്താവിൽ നിന്ന് ദൈവമക്കളെ സ്വീകരിച്ച് രാജ്യങ്ങളെയും സമൂഹങ്ങളെയും ജനതകളെയും പ്രസവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വലിയ ധർമ്മം കിടക്കുന്നു. നമുക്ക് സാധിക്കാത്ത ഹൃദയത്തിന് കാവലില്ല. ഹൃദയം ഇങ്ങനെ പുറമ്പോക്ക് കിടക്കുകയാണ്. ആർക്ക് വെളികം കയറാൻ ഇറങ്ങാം. അതിന്റെ കെടുതി ഇതുവരെയും തീർന്നിട്ടില്ല. കഴിഞ്ഞ തലമുറക്കാരിങ്ങനെ കാവക്കാരില്ലാതെ കിടന്നുറങ്ങി, കാവക്കാരില്ലാതെ നടന്നു, വല്ലവരും കൊണ്ടുപോയി പലരുടെയും വിഷത്തിന്റെ പൂമ്പൊടികൾ വീണ് ക്ഷാമത്തിന്റെയും രോഗത്തിന്റെയും ശത്രുതയുടെയും കെടുതികളുമായി നമ്മൾ നടക്കുകയാണ്. ആ പ്രശ്നം തീർന്നെങ്കിലേ നമുക്ക് കർത്താവിന്റെ മണവാട്ടിയാകാനൊക്കെ എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുന്നു പൗലോസ്. അതുകൊണ്ട് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ സങ്കല്പങ്ങൾ വിചാരങ്ങൾ ഉയർത്തി മുതലായി ഇടിച്ചു തകർത്ത് ഏത് വിചാരത്തെയും ക്രിസ്തുവിനനുസരിച്ച് പിടിച്ചടക്കി സെക്യൂരിറ്റിയോട് പറഞ്ഞ് ഒന്നിനെ ഇങ്ങോട്ട് കയറ്റരുത്, എല്ലാത്തിനും ചെക്കപ്പ് ചെയ്ത് ദൈവികമാണെന്ന് ഉറപ്പുള്ളത് ഇങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പൗലോസ് കർത്താവിന്റെ സ്വന്തമായി യൂറോപ്പിനെ നേടിയത്. ഇന്ത്യയെ നേടണമെങ്കിൽ അതല്ലാതെ വേറെ മാർഗമില്ല. വേദോസം കാണാതെ പിടിച്ചുകൊണ്ടോ പ്രസംഗിച്ചുകൊണ്ടൊന്നും കാര്യം നടപ്പില്ല. നമ്മുടെ ഹൃദയം പൂർണ്ണമായി അവന്റേതായി അവന്റെ ആലോചന മാത്രം ഉൾക്കൊള്ളുന്ന പാതിവൃത്തിയുള്ളവരായാൽ മാത്രമേ വിജയിക്കൂ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ സമാഹരിക്കുകയാണ്. ഈ കേട്ട വചനം പ്രാർത്ഥനയാക്കി മാറ്റാം. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നമുക്ക് ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം പ്പെട്ട സമയത്തിനായ സ്തോത്രം കർത്താവെ. കർത്താവിന്റെ കർത്താവിന്റെ കൂടെ ആയിപ്പാൻ ഞങ്ങളെ മാറ്റില്ലാത്ത വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ തന്നെ സ്വാധീനം ചെയ്യുവാനും ഞങ്ങളുടെ ഗുണങ്ങളെ മനസ്സിലാക്കാൻ യേശുവേ ഞങ്ങൾക്ക് ഒരുക്കുന്ന അവസരത്തിനായ സ്തോത്രം. ഇന്നത്തെ വചനപ്രകാരം കർത്താവിന്റെ സമയം നിൽക്കാനും എതിർക്കാനുള്ള അർഹത യോഗ്യത ഞങ്ങൾക്കില്ലാതെ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. സമ്മതിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പാവവും ക്ഷാമവും രോഗവും ശത്രുതയെ കയറി പിടിച്ചിരിക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ തോന്നലുകൾ അനുസരിച്ച് ഞങ്ങൾ പോയതിന്റെ കരുതുകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. കർത്താവെ ഇന്ന് കേൾക്കാതെ കർത്താവെ കുരിശിന്റെ വഴിയിലൂടെ പോയി ഉയർത്താക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയ അവസ്ഥ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കരുതുകളും ഞങ്ങൾ അനുഭവിക്കുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി കർത്താവെ. ഞങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നി കർത്താവെ ഞങ്ങളുടെ സ്വന്തം ആലോചന പ്രകാരം ഞങ്ങളുടെ തോന്നലനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു പോയി ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ തോന്നലും പരിശുദ്ധാത്മാവിന്റെ തോന്നലും ഒന്നാണോ എന്ന് ഞങ്ങൾക്ക് ആലോചിച്ച് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ തോന്നൽ തോന്നുമ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് അത് സന്തോഷമായിട്ട് തോന്നി ഞങ്ങൾ അപ്രകാരം ഞങ്ങൾ ചെയ്തു പോയതുകൊണ്ട് അനേകർക്ക് കർത്താവെ ഞങ്ങൾ കുരിശുണ്ടാക്കിയവരും കർത്താവെ അനേകരുടെ കുരിശ് കാണാതെ കുരിശുണ്ടാക്കി കൊടുത്തു കർത്താവെ. ഞങ്ങളുടെ തോന്നൽ പ്രകാരം നടത്തി ഞങ്ങളുടെ പ്രാണനെ സ്വയത്തിൽ ആശ്രയിച്ച് നഷ്ടപ്പെടുത്തി പാതാളത്തിൽ വിട്ടിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു കർത്താവെ. കുരിശിന്റെ അനുഭവത്തിലൂടെ മടങ്ങി പോകുവാനും കർത്താവെ ഞങ്ങളുടെ പൂർണ്ണമായ തോന്നലനുസരിച്ച് കർത്താവെ ഞങ്ങളുടെ പ്രാണനെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുമായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് കർത്താവെ മരിക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങളുടെ ജീവൻ മൊത്തവും പാതാളത്തിൽ കിടക്കുകയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഉയർപ്പിന്റെ ഒരു അനുഭവമാക്കി മാറ്റുവല്ലപ്പോൾ ദൈവത്തിന്റെ പാതയിലൂടെ മടങ്ങി പോകുവാൻ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന ഇന്നുവരെയുള്ള പാപത്തെ ക്ഷാമത്തെ രോഗത്തെ ശത്രുതയും കർത്താവെ അത് ഉയർപ്പിന്റെ അനുഭവം
അനുഭവമാക്കി മാറ്റിയെടുക്കുവാൻ കൊണ്ട് ഞങ്ങളുടെ തോന്നലുകളെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങളിൽ വന്നു കഴിയുമ്പോൾ അത് മാത്രം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ ഓരോ ജീവനും കർത്താവെ ജീവിപ്പിക്കുന്ന അസ്ഥികളായി മാറണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചെങ്കിൽ ഏലിയാവിന്റെ അസ്ഥികൾ തൊട്ടവർക്ക് പോലും കർത്താവെ അവിടുന്ന് ഉയർപ്പിന്റെ അനുഭവം ഉണ്ടായിരുന്നു. കർത്താവെ എലിശായുടെ അസ്ഥികളെ തൊട്ടവർ പോലും കർത്താവെ അവിടുന്ന് ഉയർപ്പിന്റെ അനുഭവം ഉണ്ടായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർപ്പിന്റെ ഒരു അനുഭവം ഉണ്ടാവാൻ ഞങ്ങളുടെ അസ്ഥികളൊന്നും ജീവനില്ലാത്ത ഒരവസ്ഥയിൽ പാപം ചെയ്ത് പാപത്തിന്റെ അവസ്ഥയിൽ മരിച്ചു കിടക്കുന്ന ഒരു അനുഭവമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ ഓരോ അസ്ഥികളും ജീവനുള്ളതായി മാറുവാൻ്റെ കൊണ്ട് കർത്താവെ ഞങ്ങൾ പാപത്തെയും ശാപത്തെയും രോഗത്തെയും ശത്രുതയെല്ലാം പൂർണ്ണമായി ദൈവമേ അവിടുന്ന് ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ ആഹാരം നീഹാരം നിദ്രയെല്ലാം കർത്താവിൽ നിന്നാണെന്ന് തിരിച്ചു ചിന്തിച്ച് ഞങ്ങൾ ഓരോ നിമിഷത്തെ ജീവിതങ്ങളും എവിടെ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവെ പരിശുദ്ധാത്മാവിന്റെ തോന്നലില്ലാത്ത എല്ലാ തോന്നലുകളെ ഇടിച്ചു കളഞ്ഞിട്ട് എല്ലാ സങ്കല്പങ്ങളും വിചാരങ്ങളും ഉയർച്ചകളും ക്രിസ്തുവിൽ പിടിച്ചടക്കി ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിനെ പോലെ ദൈവത്തിന് വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാൻ അങ്ങയുടെ ശരീരം ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ വിട്ടുതരികയാണ് കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ഒന്ന് സാസ്ഥാനപ്പെടുത്തണം കർത്താവെ. അവിടുന്ന് ഞങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തുമാറാകണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ ജീവൻ കർത്താവെ പാതാളത്തിൽ കിടന്ന് അയ്യം വിളിക്കുമ്പോൾ അത് ഉയർപ്പിന്റെ അനുഭവമാക്കി മാറ്റുവാൻ മോഹം ഗർഭം ധരിച്ച് പാപത്തെയും പാപം മുഴുതിട്ട് മരണത്തെയും പ്രസവിക്കുന്ന ഒരു പ്രസവ മുറിയായി ഞങ്ങളുടെ ഹൃദയം മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയം ഒരു ഗർഭപാത്രമായി മാറിയിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ തോന്നലുകൾ കൊണ്ട് കർത്താവെ രണ്ട് അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുന്ന ഒരു ഹൃദയമായി ഞങ്ങൾ മാറിയിരിക്കുന്നു. ഹൃദയത്തെ കർത്താവെ അവിടുത്തെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ആ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ ഹൃദയമാക്കുന്ന ഒരു മാനപാത്രമായി മാറുവാനും ആ ഹീനപാത്രമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ തോന്നലുകളെ പൂർണ്ണമായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സൃഷ്ടാവാകുന്ന ഭർത്താവിന് എന്ത് തോന്നുമോ ആ ഭർത്താവിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ആ ഭർത്താവിന്റെ ഇഷ്ടമല്ലാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കല്ലേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പാപത്തെ ഞങ്ങൾ ഗർഭം ധരിച്ചിരിക്കുകയാണ്. കർത്താവെ അവിടുന്ന് ദാവീദിന്റെ തോന്നൽ പോലെ എണ്ണണമെന്ന് തോന്നിയ ഒരവസ്ഥ ഞങ്ങൾ കേട്ട് കഴിഞ്ഞു. കർത്താവെ തോന്നലുകളിലൂടെ എണ്ണിയെഴുത്തും 9 മാസം 20 ദിവസം കൂടെ കാത്തിരുന്ന് അവിടുന്ന് കർത്താവെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയം വരെയും ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന സമയം വരെ കാത്തിരുന്ന ആ പാപത്തിന്റെ അനുഭവം വാശിതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കെടുതികൾ അനുഭവിക്കുന്നതിൽ നിന്ന് ആ ദാവീദിനെ പോലെ മാറിയിരുന്നെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ കെടുതികളെയും ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വെച്ചിട്ട് അതിന്റെ കാരണക്കാർ ഞങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നും തൊട്ട് ഞങ്ങളുടെ തോന്നൽ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കത്തില്ല. സകല ജാഗ്രതയോടും കർത്താവിനെ തന്നെ അന്വേഷിച്ചിട്ട് അവിടുന്ന് സമ്പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയത്തെ വിട്ടു തന്നിട്ട് മാനപാത്രമായി ഞങ്ങളുടെ ഹൃദയത്തെ തീർത്തിട്ട് ഞങ്ങളുടെ കർത്താവിന്റെ തോന്നലല്ലാത്ത എല്ലാത്തിനും ഞങ്ങൾ ഇടിച്ചു കളഞ്ഞിട്ട് കർത്താവിന്റെ തോന്നലല്ലാത്തതിന്റെ എല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അതിനെല്ലാം ഞങ്ങൾ ഒരു ഓഫീസിലേക്ക് തടവച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായ ജാഗ്രതയോടെ ഇന്ന് അന്വേഷിച്ച് കർത്താവിന്റെ ഹൃദയവും ഞങ്ങളുടെ ഹൃദയം ഒന്നായിട്ടിരുന്ന് കർത്താവിന്റെ തോന്നൽ ഒന്നായിട്ടിരുന്ന് പരിശുദ്ധ മാതാവ് ഉറച്ചിരുന്ന കല്യാണം പോലും വേണ്ട കർത്താവിന്റെ പദ്ധതിയിൽ നിറവേറിയ മതി സ്ത്രീകളുടെ സന്തതി കാവിന്റെ തലയെ തകർക്കൂ എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ പദ്ധതി നിറവേറുമെന്നോണം മാതാവ് വിട്ടു തന്നതുപോലെ ഞങ്ങളുടെ തോന്നലുകളെയും ഞങ്ങളുടെ ഇഷ്ടങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ വിചാരങ്ങളെയും എല്ലാം ഞങ്ങൾ ഇടിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ മാതാവിനെ പോലെ ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കട്ടെ കർത്താവെ. ദൈവത്തിന്റെ പദ്ധതി ഞങ്ങളിൽ പൂവണിയുവാൻ ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറുവാൻ കർത്താവിന്റെ ആഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ കർത്താവെ ഇന്നത്തെ ഓരോ വചനപ്രകാരവും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ഞങ്ങളോട് കർമ്മ തോന്നണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ കർത്താവെ. ഏലിയാവിന്റെ യാഗപീഠത്തിന് തീരത്തുന്നത് കണ്ടതുപോലെ ഞങ്ങൾ ഹൃദയങ്ങളിൽ യാഗപീഠമാണ്. ആ യാഗം മുടക്കുകൊണ്ടൊന്ന് സമ്മതിക്കുന്നു. ഈ യാഗപീഠ മുടക്കുകളെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റട്ടെ. ഞങ്ങളുടെ ഹൃദയം ഒരു യാഗപീഠമായി സമർപ്പിച്ചിട്ട് ആ ഏലിയാവിന്റെ ആ യാഗത്തിന്മേൽ തീ ഇറങ്ങിയതുപോലെ ഞങ്ങളാകുന്ന അവസ്ഥയിൽ നിന്ന് തീ ഇറങ്ങി കത്തിച്ചു കളഞ്ഞ് എരിച്ചു കളഞ്ഞ് നിർത്തേണ്ടതിനെ നിർത്തി അവിടുന്ന് കർത്താവിന്റെ കണ്ണ് ഞങ്ങളുടെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്ത് അരുതാത്തത് നോക്കാനോ പറയാനോ കേൾക്കാനോ ഇടയാക്കാതെ ദൈവസന്നിധി നിലനിൽക്കുവാനുള്ള കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മുതൽ തരണം. അതിനായി ഞങ്ങളെ പൂർണ്ണമായ ദൈവങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കട്ടെ കർത്താവെ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാണ്. യേശുവിനെ എല്ലാവരും ഞങ്ങൾക്ക് ആരെയും വേണ്ട, ഒന്നിനെയും വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം ഞങ്ങൾക്ക് മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി. തരുന്നത് മധുരമായിക്കോട്ട് കയ്പായിക്കോട്ട് കർത്താവെ. അതിനായിട്ട് അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തട്ടെ. ഇനി ഞങ്ങൾ തന്ന സൗഖ്യത്തിനായി വിടുതലിനായി അനുഗ്രഹത്തിനായി യാഗം ചെലവഴിച്ച് കർത്താവെ അവിടുന്ന് യാഗം കഴിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്ന ഞങ്ങളുടെ യാഗപീഠത്തിൽ വെച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാഗം മുടക്കി തന്റെ അഭിഷേകത്തിലൂടെ അവിടുന്ന് പകരം കൊടുത്ത് സമുദ്രത്തോട് ചവിട്ടി മാറ്റിക്കെട്ടി ഇന്ന് ചെയ്ത എല്ലാ വേലകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിനും ദൈവത്തിന്റെ പദ്ധതിക്കും ദൈവത്തിന്റെ ഉദ്ദേശത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനുമായി മാറുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകനായ